അവ്യക്ത സന്ദേശം ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് ബാബയുടെ സമീപം എത്തിച്ചേർന്നപ്പോൾ ബാബയുടെ മുന്നിൽ അനേകം പ്രകാരത്തിലുള്ള വെറൈറ്റി കുട്ടികൾ ഉണ്ടായിരുന്നു. അനേകം പ്രകാരത്തിലുള്ള സഭകൾ കാണപ്പെട്ടു. സാധു സന്യാസിമാരുടെ, മനുഷ്യ ആത്മാക്കളുടെ, ദരിദ്രരുടെ, സാധാരണക്കാരുടെ സഭകൾ കാണപ്പെട്ടു. ബാബ ചോദിച്ചു, കുട്ടി, സാകാര വചനത്തിലും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ബാബ, സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നു, അകത്തും നടന്നുകൊണ്ടിരിക്കുന്നു, താഴെയും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ ഒരു സെക്കൻഡിൽ പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, കുട്ടി, സമയമനുസരിച്ച് ബാബ പ്രത്യക്ഷതയുടെ ദൃശ്യവും കാണുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം ബാബ ഈ കാര്യവും കേൾപ്പിച്ചു. തുടക്കത്തിൽ യജ്ഞത്തിൻ്റെ സ്ഥാപനയുടെ സമയത്ത് ബ്രഹ്മബാബ അധിക്ഷേപിക്കപ്പെട്ടു, ശിവബാബയും അധിക്ഷേപിക്കപ്പെട്ടു, അന്യ ദാദിമാരും അധിക്ഷേപിക്കപ്പെട്ടു. ബാബ പറഞ്ഞു, ആ സമയത്ത് ഇത്രയും പ്രത്യക്ഷത ഉണ്ടായിരുന്നില്ല. ലോകം അറിഞ്ഞിരുന്നില്ല, തിരിച്ചറിഞ്ഞിരുന്നില്ല. ബാബ പറഞ്ഞു, എത്രത്തോളം ബാബയ്ക്ക് അധിക്ഷേപം ലഭിച്ചുവോ അത്രയും അധിക്ഷേപം ലഭിച്ചാലും ബാബ കുട്ടികളെ ആശ്ലേഷിക്കുന്നു. ബാബ പറഞ്ഞു, ഇത് ബാബ് ദാദയുടെ വിശേഷതയാണ്. ഭക്തിയിൽ അജ്ഞാനകാലത്തിൽ കുട്ടികൾ ബാബയെ അനേകം പ്രകാരത്തിൽ എന്തെല്ലാം പറഞ്ഞു. അന്തിമ സമയത്ത് ആരാണോ വരാൻ പോകുന്ന കുട്ടികൾ, അത് സന്യാസിമാരോ മഹാത്മാക്കളോ ആയിരുന്നാലും ദരിദ്രരും സാധാരണക്കാരും ആയിരുന്നാലും അവരെയെല്ലാം ബാബയുടെ കുട്ടികൾ എന്ന് പറയാം. അവരും ബാബയുടെ കുട്ടികളാണ്. എന്നാൽ കുട്ടികൾ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ബാബ ആ കുട്ടികളെ തന്നെ നിമിത്തമാക്കി തൻ്റെ കാര്യം ചെയ്യിക്കുകയാണ്. ബാബ പറഞ്ഞു, ആര്യ സമാജികളും സാധു സന്യാസിമാരും ഭഗവാനെ പ്രതി അഥവാ ബാബയെ പ്രതി അനേകം കാര്യങ്ങൾ പലയിടത്തും കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, ഇപ്പോൾ ജയ ജയ ഘോഷത്തിൻ്റെ മുദ്രാവാക്യം മുഴങ്ങേണ്ട സമയം വന്നിരിക്കുകയാണ്. ബാബ ആ ദൃശ്യം കാണുകയാണ്. അതിനാൽ ബാബയെ വിശ്വമംഗളകാരി എന്ന് പറഞ്ഞിരിക്കുന്നു. ബാബ വളരെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ കേൾപ്പിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, എൻ്റെ കുട്ടികൾ സ്വയമേ എന്തെല്ലാം ചെയ്യുന്നു, തൻ്റെ താല്പര്യമനുസരിച്ച് എന്തെല്ലാം പുരുഷാർത്ഥം ചെയ്യുന്നു. എന്നാൽ ബാബ വിശ്വത്തിലെ ആത്മാക്കളെ മുന്നിൽ എമർജ് ചെയ്യുന്നു. കാരണം അതും എൻ്റെ കുട്ടികളാണ്. ആ കുട്ടികൾക്കും ബാബയുടെ വീട്ടിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്രകാരം സ്നേഹത്തോടെ ബാബ കേൾപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ബാബയുടെ രൂപം സ്നേഹത്തിൻ്റേതായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് പല സഹോദരി സഹോദരന്മാരുടെയും വിശേഷ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ബാബ ആ കുട്ടികളെ വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, ഇതും സംഗമയുഗത്തിലെ വളരെ മൂല്യവത്തായ സമയമാണ്. ഇതിൽ ബാബ തൻ്റെ കുട്ടികളെ വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്യുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.